21,000 ഉറുപ്പിക ഞങ്ങൾ കൊടുക്കും ആർക്ക്, ആശാ വർക്കർമാർക്ക് എന്ന് പറഞ്ഞത് അതും നിങ്ങൾ ചുരുങ്ങിയ ഒരു പണം കൊടുത്തിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. KSRTC ബസ്സിൽ എല്ലാ സ്ത്രീകൾക്കും എവിടെ സൗജന്യമായി യാത്ര ചെയ്യാം, നിങ്ങൾക്ക് ഇന്ത്യയുടെ ഏത് ഭാഗത്തേക്കും പോകാം, അല്ലെ, ടൂറിസം പോലെ ഉപയോഗിക്കാം ഉൾപ്പെടെ എല്ലാം എന്തൊക്കെയാ പറഞ്ഞു വന്നത്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ആ പറഞ്ഞു വന്നിട്ട് ഇപ്പൊ ഏറ്റവും അവസാനം ഏതാണ്ട് 1,000 ബസ്സിൽ മാത്രം സ്ത്രീകൾക്ക് പ്രവേശനം നൽകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അത് മലബാറിൽ തീരെ ഓർഡിനറി ബസ്സില്ല, വളരെ അപൂർവേ ഉള്ളൂ. ഇനിയും കുറേയും കൂടി തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ഈ ഗവൺമെന്റ് KSRTCയുടെ ഓർഡിനറി ബസ് ഉള്ളത്. അത് വളരെ വളരെ ഭാഗികമായ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. നല്ല നോണയൊന്നും വന്നില്ലടാ. അത്രത്തോളം സൗകര്യം കൊടുത്തതിന് ഞങ്ങൾ എതിർക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ വിമർശനാത്മകമായ കാര്യമാണ്. നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ പിന്നോട്ടേക്ക് പോയി. 21,000 ഉറുപ്പിക ഞങ്ങൾ കൊടുക്കും ആർക്ക്, ആശാ വർക്കർമാർക്ക് എന്ന് പറഞ്ഞത് അതും നിങ്ങൾ ചുരുങ്ങിയ ഒരു പണം കൊടുത്തിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് നിങ്ങൾ പറയുന്നതൊന്നുമല്ല നിങ്ങൾ നടപ്പിലാക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഈ കാര്യം വിമർശനപരമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഫെബ്രുവരി 10 സെക്രട്ടേറിയറ്റ് പടിക്കൽ ആരംഭിച്ച സമരം 256 ദിവസം എത്തി നിൽക്കുമ്പോഴാണ് ആശാ വർക്കർമാരുടെ ക്ലിഫ് ഹൌസ് മാർച്ച്. അതിദരിദ്രർ ഇല്ലാത്ത കേരളം പ്രഖ്യാപിക്കാൻ പോകുന്ന സർക്കാർ ആശാമാരുടെ വീടുകളിലേക്ക് നേരിട്ട് ചെല്ലണമെന്ന് സമരസമിതി നേതാവ് എസ് മിനി പറഞ്ഞു. എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? സഹകരിക്കുമെന്നാണ്. ഞങ്ങളോ സഹകരിക്കുന്നില്ല, അതിലൊന്നും പങ്കെടുക്കുന്ന കാര്യമില്ല. ഇല്ല, അത് വളരെ ആളെ പറ്റിക്കുന്ന സമീപനത്തിന്റെ ഭാഗമായിട്ട് അലമ്പുണ്ടാക്കുന്ന കൂട്ടത്തിനു മുമ്പിൽ ഈ പരിപാടിക്കില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.